മലപ്പുറത്ത് നിപയിൽ നേരിയ ആശ്വാസം. സമ്പർക്ക പട്ടികയിലെ 16 പേരുടെ ഫലം നെഗറ്റീവായി. 126 പേർ നിരീക്ഷണത്തിലാണ്. 50 പേർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിൽപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി കാവ്യ ചേരുന്നു. കാവ്യ, ഇപ്പോൾ മലപ്പുറത്ത് നിപയിൽ ഇപ്പോൾ നേരിയ ആശ്വാസം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സമ്പർക്ക പട്ടികയിലെ 16 പേരുടെ ഫലം നെഗറ്റീവായിരിക്കുന്നു. മാത്രമല്ല 126 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. അനുപ്രിയ, സെപ്റ്റംബർ 9-നായിരുന്നു മലപ്പുറത്ത് 24-കാരൻ നിപ്പ ബാധയെ തുടർന്ന് മരിക്കുന്നത്. തുടർന്ന് മലപ്പുറത്തെ തിരുവാലി, മമ്പാട് തുടങ്ങിയ 2 പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിരുന്നു. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും അതുപോലെ മലപ്പുറം ജില്ലയിൽ മുഴുവനായും നിരവധി നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു. അതായത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതിനെ നിയന്ത്രിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മാസ്ക് ധരിച്ച് മാത്രമേ ആളുകൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ രാത്രി 7 വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾ, സ്കൂളുകൾ, കോളേജുകൾ, മദ്രസകൾ, അംഗൻവാടികൾ തുടങ്ങിയവയ്ക്ക് വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും 2 ദിവസം മുൻപാണ് ഫീവർ സർവേ ആരംഭിച്ചത്. ഈ മരിച്ച യുവാവിൻ്റെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ 66 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഫീവർ സർവേ നടത്തിയിരുന്നു. ഫീവർ സർവേയുടെ പുതിയ കണക്ക് പ്രകാരം 126 പേരാണ് ഐസൊലേഷനിലുള്ളത്. ഇതിൽ 50 പേർ ഹൈറിസ്ക് പട്ടികയിലാണുള്ളത്. എന്നാൽ മലപ്പുറം ജില്ലയ്ക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് 16 പേരുടെ പരിശോധനാ ഫലം, സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് ഒരു നേരിയ ആശ്വാസം തന്നെയാണിത്. അതോടൊപ്പം തന്നെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അനുപ്രിയ, മലപ്പുറത്ത് നിപയിൽ നേരിയ ആശ്വാസമുണ്ടായിരിക്കുന്നു. സമ്പർക്ക പട്ടികയിലെ 16 പേരുടെ ഫലം നെഗറ്റീവായി. 126 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. 50 പേർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിൽപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളാണ് കാവ്യ നൽകിയത്.